ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇത് നമ്മൾ വർക്കല പോയതാണ്. പപ്പാടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാൻ വേണ്ടി നമ്മൾ വർക്കലയിൽ പോയതാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ജെല്ലി ഫിഷിനെ കണ്ടായിരുന്നു. അപ്പം പിള്ളേരുണ്ട് അതെടുത്ത് പിള്ളേർക്ക് വയത് ജെല്ലി ഫിഷ് അവരാദ്യമായിട്ട് കാണുന്നു. അതൊക്കെ കണ്ടു. നമ്മൾ വർക്കലയിൽ നിന്ന് കുറച്ച് നിന്ന് കടലൊക്കെ കണ്ടു. കടലിനെ സാക്ഷിയാക്കി പപ്പായെ നിമജ്ജനം ചെയ്തു. അവിടെ നിന്ന് ഞങ്ങളൊരു പിക്ചർ എടുത്തു. കാരണം ഞങ്ങളുടെ കുറേ പപ്പ ഉണ്ടല്ലോ. അവിടെ നിന്ന് നീണ്ടര ഫിഷ് ഹാർബറിൽ വന്നാണ് കേട്ടോ. കാരണം കൊല്ലം പോയ വഴിക്ക് അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് വരാൻ ഒരാഗ്രഹം തോന്നി. അപ്പോൾ ആ വഴി വന്നപ്പോൾ ഞങ്ങൾ ഹാർബറിൽ കയറി. അപ്പോൾ അവിടെ പലതരം മത്സ്യങ്ങൾ നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്ന മത്സ്യങ്ങളെല്ലാം കണ്ടുള്ളൂ. അപ്പം അവിടെ നിൽക്കുന്ന മത്സ്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം. ഇവിടെ എന്ത് വിലക്കുറവ് അവിടെ നമുക്ക് മീനൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന വിലയല്ല അവിടുത്തെ വില. ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടും. മേടിച്ചുകൊണ്ട് വരാം. അങ്ങനെ നമ്മൾ ബോട്ടിൽ നിന്ന് വന്ന് മീൻ ഇറക്കുന്നതൊക്കെ ലേലം വിളിക്കുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പം ഞങ്ങൾ പതിയെ ലേലത്തിൻ്റെ കയറിയപ്പോൾ ഒരു ചേച്ചി ഞങ്ങളോട് ചോദിക്കുന്നത് മൊത്തത്തോടെ മേടിക്കാൻ വന്നതാണോ എന്നൊക്കെ ചോദിച്ചു. അല്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ ഒരു മുങ്ങി നേരെ മുന്നോട്ട് നടന്ന് കണവ എന്താ പിന്നെ ചെറിയ കണവയായിരുന്നു. മുഴുത്ത കണവ വെച്ചപ്പോൾ അത് ഇച്ചിരി റേറ്റ് കൂടുതലവർ പറഞ്ഞിട്ടുണ്ടെന്ന്. വിൽക്കാൻ വെച്ച കുറേ ചേച്ചിമാരുണ്ട് അവിടെ സൈഡിലൊക്കെ. ഇത് പറയുന്നു. മത്തിയൊക്കെ കണ്ടോ, നല്ല പച്ച മത്തി, ചെറിയ മത്തിയായിരുന്നു. നല്ല പച്ച മത്തി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ നിന്ന് മീനൊക്കെ മേടിച്ചാണ് നമ്മൾ പോകുന്നത്. അവിടെ ഞങ്ങൾ പിന്നെ ഓരോരുത്തരും പെണ്ണ് മേടിച്ച് പെടുന്നത്. ഈ ചേച്ചിമാരൊക്കെ മീൻ ഇങ്ങനെ വിൽക്കാൻ വെച്ച് വില പേശി മേടിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. വില പേശി നല്ലതായിട്ടൊന്ന് വേണമെങ്കിൽ നല്ലതായിട്ട് വിലക്കുറവേ നമുക്ക് മീൻ കിട്ടും. അപ്പോൾ ഞങ്ങളവിടെ നടന്ന് ആദ്യം എല്ലാം ഒന്ന് നോക്കി. ഇപ്പോൾ ഞങ്ങൾ നോക്കാൻ ഇങ്ങനെ നടക്കുന്ന സീനാണ്. മീനെല്ലാം നോക്കിച്ചാണ് പിന്നെ ഞങ്ങൾ വില പറഞ്ഞ്. അടുത്തിരുന്നുകൊണ്ട് തന്നെ ഇവർ പല റേറ്റാണ് പറഞ്ഞത്. ഒരാൾ നെമ്മീനൊക്കെ 16 പറഞ്ഞാൽ ഒരാൾ 18 പറയും. ചിലർ ആദ്യം പറയും 2000 എന്ന് പറഞ്ഞ് വെച്ചാണ് പിന്നെ ഈ കുറയ്ക്കുന്നത്. പിന്നെ അപ്പോഴത്തേക്കാണ് ഹാർബറിൽ ബോട്ട് കിടക്കുന്നത് കണ്ട്. അപ്പം ബോട്ട് ഞങ്ങളിങ്ങനെ കണ്ടു. ആദ്യമായിട്ടല്ലേ ഹാർബറിൽ പോകുന്നത് തന്നെ. അപ്പോൾ എന്താ ബോട്ടൊക്കെ കണ്ടു ഞങ്ങളിങ്ങനെ നോക്കും. അപ്പോൾ ഒരു ബോട്ട് ഇങ്ങനെ അടുത്ത് വരുന്നുണ്ട്. അപ്പം ആ ബോട്ട് അടുക്കുന്ന കണ്ട് അത്ര അടുത്ത് പോയിരുന്നാലും ആദ്യമായിട്ട് മീൻ പിടിക്കുന്ന ബോട്ടൊക്കെ ഞാൻ കാണുന്നത് കേട്ടോ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുകയൊക്കെ ചെയ്യുന്നത്. അതിങ്ങനെ മീനുമൊക്കെ കണ്ടു. അപ്പം ആ കുഞ്ഞ് ഞങ്ങളവിടെ വന്ന പയ്യനാണ് കേട്ടോ. ബോട്ടിങ്ങനെ ഹാർബറിലേക്ക് ഏതാണ്ട് അടുത്ത് വരുന്നു. ഇത്ര ഫിഷിംഗ് ബോട്ട് വലുപ്പത്തിൽ ആദ്യമായിട്ട് നമ്മൾ നേരിട്ട് കാണാം.